ഹലോ. ഉഷാറിലാണല്ലോ. ചെന്നൈയിലാണുള്ളത്. അവിടെ ചെന്നൈയിലാണുള്ളത്. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ എറണാകുളത്തുണ്ടായിരുന്നല്ലോ. അതെങ്ങനെ പെട്ടെന്ന് അവിടെ എത്തിയത്? പറന്നുപോയി. എന്തൊക്കെയാ വിശേഷങ്ങൾ? കൊറേയല്ലേ നമ്മള് സംസാരിച്ചിട്ട്. എനിക്ക് തോന്നുന്നു നമ്മള് ലാസ്റ്റ് ഒരു കേക്ക് കഴിച്ചു ഒരുമിച്ചിരുന്നിട്ട്. പിന്നെ അതിന് ശേഷം ഫോണില് മാത്രമേ ഉള്ളൂ. അതെ. അവിടുത്തെ വിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിലെ പിക്സ് ലൈക്ക് ചെയ്യാന്നല്ലാണ്ട് സത്യല്ലേ. പക്ഷെ അങ്ങനെ ഉള്ളത് കൊണ്ട് ഒരു അകൽച്ചൊന്നും ഫീൽ ചെയ്യണില്ലല്ലോ. ഇല്ല. അതാ എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോട്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, അതാണല്ലോ സുഹൃത്ത് ബന്ധം. അതെ. ആ സുഹൃത്ത് ബന്ധത്തിൽ എനിക്ക് എന്നോട് തോന്നുന്ന ആ സ്നേഹത്തിൽ എനിക്കൊരു പാട്ട് പാടി തരുമോ? ഇപ്പാണല്ലോ. ഏത് പാട്ടാ കേക്കണ്ടേ? ഏതായാലും കുഴപ്പമില്ലെന്നാണ്. ഒരു പ്രശ്നമില്ല. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന്റെ കമ്മലിട്, അരിമുല്ല കഴുത്തിൽ ഏലസിട്, സുറുമ കണ്ണിണയ സൂര്യനിട്, വരണുണ്ടേ വിമാന ചിറകിൽ സുൽത്താൻമാർ ഒത്തൊരുമിച്ചിരിക്കാൻ, ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി, ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി. And this is one and only Manjari. കൊറേ നാളായിണ്ടായിരുന്നു ഈ പാട്ട് കേട്ടിട്ട് ഞാൻ. എത്ര നാളായിണ്ടായിരുന്നു? 2004 ഇറങ്ങിയതല്ലേ? അതെ. അല്ല, ഇടയ്ക്കൊക്കെ നമ്മള് ഡാൻസ് ഫോംസിലൊക്കെ ഈ പാട്ട് വരുമല്ലോ, ഡാൻസ് കളിക്കണേലൊക്കെ ഈ പാട്ട് വരുമല്ലോ. പിന്നെ ഇപ്പൊ കൊറേ നാളായിട്ട് ഇത് കേട്ടപ്പോ നൊസ്റ്റു അടിച്ചു ചെറുതായിട്ട്. പിന്നെ അവിടെ എന്താ വിശേഷം? ഇവിടെ എന്താ, നന്നായി പോണു. ഷോ ചെയ്യണു, സിനിമ ചെയ്യണു, പ്രോഗ്രാം ചെയ്യണു, അടിപൊളിയായിട്ട് പോണു. യെസ്. അങ്ങനെ ഞാനിപ്പോ എന്റെ ഒരു ബോളിവുഡ് പ്രോജക്റ്റ് ഇറങ്ങി. അപ്പം എന്റെ ആദ്യത്തെ ഹിന്ദി ഗാനം. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. പിന്നെ കുറച്ച് പ്രോജക്ട്സ് ഇപ്പൊ പാടിയിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്ന ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ പടത്തിൽ ഒരു നല്ല പാട്ടുണ്ട്. പിന്നെ അതുപോലെ മാർച്ച് 2-ാം വ്യാഴം എന്ന് പറഞ്ഞ അതിലൊരു നല്ലൊരു താരാട്ട് പാട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് നല്ല നല്ല പ്രോജക്ട്സ് ഇങ്ങനെ ചെയ്യണം. അടിപൊളി. അത് കൂടാതെ തന്നെ ബാൻഡ് അല്ലാണ്ട് ഉണ്ടല്ലോ അല്ലേ, പ്രോഗ്രാംസിന്റെ ഷോസ് ഉണ്ട്. ഷോസ് ചെയ്യുന്നുണ്ട്. ഷോസില് ഗസൽസിന്റെ ഷോസ് വേറെ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ മലയാളം, ഹിന്ദി ഫിലിം സോങ്സ്. ഗസൽ ആക്ച്വലി ഞാൻ ഗസൽ അല്ല ട്രെയിൻ ചെയ്യണേ. ഞാൻ ട്രെയിനിങ് നടക്കുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ആണ്. അപ്പം ക്ലാസിക്കൽ മ്യൂസിക് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഗസൽസ് അതിനോടുള്ള ഒരു പാഷനാണ് എനിക്ക്. അതിനോടുള്ള ഒരു വല്ലാത്ത ഇഷ്ടമാണ്. സാഹിത്യം പണ്ടൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രണയം നിറഞ്ഞ സാഹിത്യം അല്ലെങ്കിൽ വിരഹം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ ഞാൻ പ്രണയം വിരഹമൊക്കെ പെട്ടെന്ന് പ്രണയവും വിരഹവും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഇഷ്ടമൊന്നുമല്ല. പ്രണയം ഇഷ്ടമാണ്, വിരഹം അതൊരു എന്തായാലും പറയാം, അതൊരു നിഷ്കളങ്കമായ ഒരു അനുഭൂതിയല്ലേ. ഭഗവാനെ. അപ്പൊ പ്രണയത്തിലാണ് ഈ ഗസൽസ് എല്ലാം പാടണേ? കേട്ടില്ല. പ്രണയത്തിന് വേണ്ടിയാണ് ഈ ഗസൽസ് എല്ലാം പാടണേ? അല്ല, സംഗീതത്തിനോട് എനിക്ക് വല്ലാത്തൊരു പ്രണയമാണ്. ഓഹ്, തകർന്നു എന്റെ ബാല്യം. അങ്ങനെ പ്രണയം വിരഹമൊക്കെ ഉള്ള ഒരു പാട്ട് പാടുവോ? ഗസൽ തന്നെ ആയിക്കോട്ടെ. ഗസൽ ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. ഗസൽ അല്ലേ കുറച്ചുകൂടി ഫെമിലിയർ ആയ ഒരു പാട്ട് പാടാം, ആ ഒരു സ്റ്റൈലിലുള്ള. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए, कभी कभी मेरे दिल में ഖയാൽ ആതാ ഹൈ. ആരുടെ ഖയാലാണ് വരുന്നത്? ആണോ? എന്നെ കുറിച്ചുള്ള ഖയാൽ എങ്ങനെ വന്നു ഇപ്പോ? അതല്ല ഞാൻ ചോദിച്ചത്, ആരുടെ ഖയാലാണ് വരുന്നത് എന്നാ ഞാൻ ചോദിച്ചത്.
അങ്ങനെ പ്രത്യേകിച്ച് ആരുടെ ഖയാലും വരുന്നില്ല. ഞാൻ ആ പാട്ട് മാത്രമേ ആസ്വദിക്കാറുള്ളൂ. കേട്ടിട്ടുണ്ട് 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 എവിടെയോ കേട്ടിട്ടുണ്ട്, കൊറേ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴാണ് വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കണേ, എ റെയർ ബ്രീഡ് ഓഫ് വുമൺ. എന്താണ് അതെ കാര്യമായിട്ട്? അതെന്താണ് ആ ബ്രീഡ്? എന്താണ്? അതൊരു വളരെ വ്യത്യസ്തമായ ഒരു അല്ല ഒരു നമ്മൾ പറയില്ലേ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മളുടെ ഒരു ക്യാരക്ടറിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയല്ലോ. അപ്പം എന്തുകൊണ്ടും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഒപ്റ്റിമിസം, ശുഭാപ്തി, പിന്നെ നമ്മളിലുള്ള ഒരു ബോൾഡ്നെസ്, അത് പോസിറ്റിവിറ്റി, ഹാപ്പിനെസ്, നമ്മൾ ഇപ്പൊ ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുമ്പോൾ, അതായത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നുള്ളതാണ് എന്റെ ഒരു മോട്ടോ. അതുകൊണ്ട് ഞാൻ അതാണ് ഏറ്റവും മുൻഗണന കൊടുത്ത് ജീവിതത്തിലെ ഓരോ നിമിഷവും ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്പെഷ്യൽ ബ്രീഡ് ഓഫ് എ പേഴ്സൺ. വേറെ അത്യാഗ്രഹം അല്ലെങ്കിൽ പരദൂഷണം അങ്ങനത്തെ യാതൊരു വിധ ചിന്തകളും ഇല്ലാതെ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. വിശ്വസിക്കണം അല്ലേ? സിമ്പിൾ. അതെ, വളരെ സിമ്പിൾ ആയിട്ട് ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന്. ഹെൽത്ത് ഇസ് വെൽത്ത്, അതാണ് മെയിൻ. ഓക്കെ. കാരണം അല്ലേ നമുക്ക് ജീവിതത്തിൽ വേറെ എന്തില്ലെങ്കിലും ഹെൽത്ത് വേണം. അതെ, ആരോഗ്യം വേണം. മെന്റൽ ഹെൽത്തും വേണ്ടേ? മെന്റൽ ഹെൽത്തും വേണ്ടേന്ന്. അതെ, ഹെൽത്ത് അല്ലേ, അതും ഹെൽത്ത് അല്ലേ. മെന്റലി നല്ല ബോൾഡ് അല്ലേ? ഞാനിങ്ങനെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ നോക്കുമ്പോ അതിൽ ഓരോ കമന്റ്സ് ഒക്കെ കാണുമ്പോ നല്ല ടകാന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കണ കാണാറുണ്ട്. അതാണ് സ്പെഷ്യൽ ബ്രീഡിന്റെ അർത്ഥം. മനസ്സിലായി. കാരണം ഞാൻ വിശ്വസിക്കുന്നതാന്ന് വെച്ചാൽ നമുക്കിപ്പോ സമൂഹത്തില് നമ്മള് മോശമായ ആൾക്കാര് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുന്ന കുറെ പേരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ അവരെ മാറ്റി നിർത്തുന്നതിലും നമ്മൾക്ക് ഇഷ്ടമല്ല, നമ്മളെ വേറെ തന്നെ ഒരു ലെവലിൽ കാണുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവര് നമ്മളെ പറ്റി എന്തെങ്കിലും പറയുമ്പം അത് ഇഷ്ടപ്പെടാതെ വരുന്നത്. പക്ഷെ നമ്മൾ അതിന് ചിരിച്ചുകൊണ്ട് അവർക്ക് ഒരു മറുപടി കൊടുത്ത് നമ്മൾ അവരെ നമ്മുടെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നത്. കാരണം നമുക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. കാരണം ആരും ഈ ലോകത്ത് മോശപ്പെട്ട ആൾക്കാരല്ല, എല്ലാരും നല്ലവരാണ്. എന്റെ അമ്മോ, നമുക്ക് ഒരുപാട് പറയാനുണ്ട് നേരിട്ട് കാണുമ്പോ. അതെ, ശരിക്കും ഇതിലൊന്നും ഒതുങ്ങുന്നു തോന്നണില്ല. ഇല്ലല്ല, കൊറേ സന്തോഷം. കൊറേ ദിവസമായില്ലേ എനിക്ക് ഒരുപാട് സന്തോഷം. കൊറേ നാളായി, എത്ര നാളായി ഇങ്ങനെ വേണ്ടിട്ട് ഇങ്ങനെ എപ്പോഴും സംസാരിക്കണം വിചാരിക്കും. അത് പോലെ നമ്മള് കാണണം എന്ന് വിചാരിക്കും. ആ ശരി, ഇവിടെ കാണാം അവിടെ കാണാം എന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ ഒന്നും നടക്കണില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് എന്തായാലും കൂടാം. തകർക്കാം, അടിച്ചു പൊളിക്കും. യെസ്. താങ്ക് യു സോ മച്ച്. ബൈ, ലവ് യു. ബൈ.